പ്രേക്ഷകർ കാണുന്ന നമ്മൾ മിഥില അവിടെ എത്തിയതിനടുത്ത് അതിനുശേഷം നടത്തിയ ദൃശ്യങ്ങളും ഒരു മണ്ണിടിച്ചിലുണ്ടായി. അപ്പോൾ അത്രത്തോളം അപകടകരമായ മേഖലയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ മഴയത്ത് മുടക്കമില്ലാതെ ഫ്ലാറ്റ് പണി ഏത് രീതിയിൽ നടന്നു എന്ന അത്ഭുതം ഉണ്ടാക്കുന്നതാണ് അവിടെ. മിഥില ബാലൻ തുടരുന്നുണ്ട്. മിഥില, ആ മണ്ണിനടിയിൽ കുടുങ്ങിയ ആ തൊഴിലാളിയെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്? അശ്മി, രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായത്. നമ്മൾ വന്നതിന് ശേഷം വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. എത്രത്തോളം ഭീകരമാണ് ആ മണ്ണിടിച്ചിൽ എന്നതിപ്പോൾ ഇതിനകം തന്നെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. ആ ഒരു മണ്ണിടിച്ചിൽ നടക്കുന്ന സമയത്തും മണ്ണിനടിയിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അതിനടിയിൽ നിന്നും നടത്തുന്നുണ്ടായിരുന്നു. ആ മണ്ണിടിച്ചിൽ കണ്ട് ആ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ അവരും ആ മണ്ണിനടിയിൽ അകപ്പെടുമായിരുന്നു. ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പ്രദേശവാസി ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത്? ഞങ്ങളിതിപ്പോൾ ഒരു 6 മാസത്തോളം ഒരു പണി തുടങ്ങിയിട്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഫുള്ള് കെട്ടിയിട്ട് താത്തിയാണ്. ആ മുകളിലുള്ള ഹൈറ്റില്ല, ആ ഹൈറ്റിൽ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഈ സ്ഥലം ഉണ്ടായിരുന്നു. ആ ഫുള്ള് താത്തിയിട്ട് ഇതിലും താത്തിയിട്ടാ. ഇത് പിന്നെ അവർ കെട്ടി കുറച്ച് പൊന്തിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ സൈഡത്തെ മതിൽ ഇടിഞ്ഞപ്പോൾ ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്താണ്. അപ്പോൾ അവർ പറഞ്ഞ് വാണി ചെയ്ത് വിട്ടാണ്. പിന്നെ അവരിപ്പോൾ കണ്ടിന്യൂസ്ലി പണി തുടങ്ങുകയാണ്. അതെന്താണ് ഫിക്സ് ചെയ്യാണ്ട് പിന്നെയും കണ്ടിന്യൂസ്ലി പണി തുടങ്ങുകയാണ്. അപ്പോൾ എത്ര മണിക്കായി ഫസ്റ്റ് മണ്ണിടിച്ചിലുണ്ടായത്? ഇന്നിപ്പം ഒരു 9 മണി 9:30 ആകുമ്പോഴാണ് കുറച്ച് സ്റ്റാർട്ടിങ് തുടങ്ങി. പിന്നെ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വരികയാണ് ഇപ്പോൾ. അശ്മി, ഇതാണ് നമ്മൾ ഇവിടെ എത്തിയതിനു ശേഷവും മണ്ണിടിച്ചിലുണ്ടായി. ഇപ്പോഴും ചെറുതായി മണ്ണ് ഇടിയുന്നുണ്ട്. അത്തരം ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ 3 പേരിൽ 2 പേരെ രക്ഷപ്പെടുത്തി ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലേക്കായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക. ഇപ്പോൾ ഒരാളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്. അയാളെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ അഗ്നിശമന സേന പോലീസിന്റെ ഭാഗത്തു നിന്നല്ല നടക്കുന്നത്. വളരെ ദുഷ്കരമാണ് ഈ ദൗത്യം എന്നത് നമുക്ക് അറിയാം. വലിയ കല്ലുകളാണ്, ചെങ്കൽ കല്ലുകൾ എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള വലിയ കല്ലുകളാണ് ഇവിടെ ഉള്ളത്. അത് ഡ്രില്ലർ ഉപയോഗിച്ച് ഇപ്പോൾ തുറന്നതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയതിന് ശേഷമാണ് അത് അവർ ഇവിടെ നിന്നും മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ദുഷ്കരം, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ ദുഷ്കരമായ ഒരു പ്രവൃത്തിയാണ്, രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ എല്ലാം വാക്കുകളിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാണാം, നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം, അവിടെ വീടുകളുണ്ട്. ആ വീടുകൾക്ക് മുന്നിലുള്ള മതിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പൂർണ്ണമായും ഇടിഞ്ഞു വീണിട്ടുള്ളത്. ആ വീടുകൾക്കെല്ലാം ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രദേശവാസികൾ ഈ ഒരു നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്.